അച്ഛമ്മയുടെ ഭജനയൊക്കെ തീർന്നു അമ്മാമ്മേ? തീരാനോ? മോളുടെ അച്ഛമ്മേനി തീർത്ഥാടനത്തിനൊക്കെ പോയി വരും. അതിനുശേഷം ഈ വ്രതമൊക്കെ തീരൂ. അച്ഛമ്മ എവിടേക്കാ പോകുന്നേ? എന്റെ പൊന്നു മോളെ, നിന്റെ അച്ഛമ്മ ഒരിടത്തും പോവാൻ പോകുന്നില്ല. ഇതൊക്കെ ഒരു തരം ഉടായിപ്പാ. എന്നാലും എന്റെ ദൈവമേ, എന്റെ ഈ തള്ള കൂടുതൽ നാളും കണ്ട നാട്ടിലൊക്കെ അടിച്ചടിക്ക് പോയത് എന്റെ ഭാഗ്യം. അതെന്താ ചെയ്യാ? എവരെന്നെ വളർത്തിയിരുന്നെങ്കിലേ ഞാൻ വല്ല കായങ്ങളെ കൊച്ചുണ്ടിയാണ് മാറിപ്പോയത്. കായങ്ങളും കൊച്ചുണ്ണി വളരെ നല്ല മനുഷ്യന്നാ ചരിത്രം പറയണത്. കട്ടതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ നിന്റെ അമ്മ കൊച്ചമ്മണി അങ്ങനെയൊന്നുമല്ല. അല്ല, അവര് വളർത്തിയില്ലെങ്കിലും കുറച്ചൊക്കെ സ്വഭാവം നിനക്ക് അവരുടെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ നല്ല ടേംസിലാണേ. അതിന് നിന്നെ കുറ്റമൊന്നും പറഞ്ഞില്ലടാവേ. കുറുക്കന്റെയും കുറുക്കിയുടെയും മക്കള് മൊയിലുകളാവൂടാ. അതുപോലെ കൊച്ചമ്മണിയുടെ ലേശം തരികടകള് നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താ വേണോട്ട് അങ്ങനെ പറയുന്നേ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവനിപ്പോ നല്ലവനാവാൻ ശ്രമിക്കുന്നില്ലേ? വേണ്ടേ, അമ്മ പറയുന്ന കേക്ക്. ഇതൊക്കെയാണ് സാക്ഷാൽ അമ്മായി അമ്മ. എന്റെ കുഞ്ഞിനെങ്ങാനും അവളുടെ അച്ഛമ്മയുടെ സ്വഭാവം ഉണ്ടാവോ? ഉണ്ടായ ഞാൻ വല്ല ദുർഗുണ പരിഹാര പാഠശാല കൊണ്ടുപോയി പഠിപ്പിക്കും. കൊണ്ടുപോയി പഠിപ്പിക്കാനായിട്ടേ അത് CBSE സ്കൂളൊന്നുമില്ല, പിള്ളേർക്കുള്ള ജയിലാണ്, ജയില്. ഞാനത് അറിഞ്ഞില്ല മോളെ. എന്റെ പൊന്നു മോളെ വലിയ സ്കൂളിലൊക്കെ ചേർത്ത് പഠിപ്പിക്കണം. ഞാനോ ലോക അലവലാതിയായി പോയി. എന്റെ മോളെ എനിക്ക് കളക്ടറാക്കണം. ഞാൻ വഴിയെ പോകുമ്പോ എന്റെ കൂട്ടുകാരായ കീരി രതീഷും ആ പക്കാവട ബിജു ഒക്കെ ദേ കളക്ടർ അച്ഛൻ പോണു, ദേ കളക്ടർ അച്ഛൻ പോണു എന്ത് പറയണം? കളക്ടറോ? അതെ. മനോജവം മാരുതതുല്യവേഗം പാദാൽപജം വാനരയുദ്ധം മുഖ്യം ശ്രീരാമദൂതം വരുന്നുണ്ട് കളക്ടറുടെ അച്ഛമ്മ. എന്റെ മോള് കളക്ടറായ എവരെ പിടിച്ച് അകത്തിടാൻ ഞാൻ ഓൾറെഡി. ഓം. എന്താ ഭക്തവത്സലകളെ, ദേവീ ചൈതന്യമുള്ള നമ്മെ പരിഹസിക്കുകയാണോ? ഈ വീട്ടിലുള്ള വിവരദോഷികളോട് ക്ഷമിക്കണേ. ഇവിടെയുള്ള എല്ലാരോടും ക്ഷമിക്കണേ. നിരീശ്വരവാദിയായ വേണു ആശാനോട് ക്ഷമിക്കണേ. ഞാൻ നിരീശ്വരവാദിയൊന്നുമല്ല, ഈ വക അന്ധവിശ്വാസങ്ങൾക്ക് എതിരാണെന്ന് മാത്രം. രാജമോനെ ദുർമരണത്തിൽ നിന്ന് മോചിപ്പിക്കണേ. എനിക്കൊരു ദുർമരണവും തേങ്ങാക്കൊലം ഒന്നുമില്ല. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? ഇതെന്തൊരു ശല്യ. ഇവരെ ഇന്ന് ഞാൻ ബ്രഹ്മചര്യവ്രതം വൃത്തിക്ക് ശുദ്ധിക്കും തുടരണം, അല്ലെങ്കിൽ അപകട മരണം ഉറപ്പാണ്. ഞാൻ ദണ്ഡപാണി ജ്യോത്സ്യരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കെന്റെ ആത്മാർത്ഥത മനസ്സിലാകുന്നില്ല. വ്രതശുദ്ധി കർശനമായി തുടരേണ്ടതുകൊണ്ട് ഞാനൊരു നിർദ്ദേശം തരുക. രാജു അവന്റെ ബെഡ്റൂമിൽ ഒറ്റയ്ക്ക് കിടക്കണം. ഭർത്താവിന്റെ സമീപത്ത് ഭാര്യയുടെ ഗന്ധം പോലും ഏൽക്കാൻ പറ്റത്തില്ല. ഇന്ന് മുതൽ കൃതിക മോള് എന്റെ മുറിയിൽ കിടക്കട്ടെ. നിങ്ങളാണോ ഋതുമോളുടെ കെട്ടിയോൻ? തള്ളേ, നീ മിണ്ടരുത്. എല്ലാരും അറിയട്ടെ, ഇത് തട്ടിപ്പാ. ഈ കിളവി ഒരു മുതു പാരയാ. എല്ലാരെയും കൊണ്ട് കഞ്ഞിയും ചമ്മന്ന് കഴിപ്പിച്ചിട്ട്
എവര് ചിക്കൻ ഓം സണ്ട ഗുണ്ട ഹവ സ്വ ഹ ബ ദൽ സ്വ. ചേട്ടാ ചേട്ടാ അളിയോ ചേട്ടാ അയ്യോ. ദൈവത്തിന്റെ കാര്യസ്ഥയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ചേട്ടാ 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 എനിക്ക് അയ്യടാ ഇതിനായിരുന്നു അല്ലേ? ഉം. ഇപ്പൊ തണുപ്പ് മാറിയില്ലേ? തണുപ്പ് മാറി, തന്റെ തന്ത്രവും മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഒന്നരുതൂ. ഞാനും നീയും, ഞങ്ങളും നിങ്ങളും, നമ്മളും അവരും എന്നതിൽ നിന്നൊക്കെ ചുരുങ്ങി നമ്മൾ എന്ന സുന്ദരമായ ഒന്ന്. ആ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്ത് ചോദിക്കാലോ? അതിനല്ലേ ദൈവം നമുക്കായി ഈ രാത്രി ഒരുക്കിയിരിക്കുന്ന. ഋതുവിന് ഭാവിയെ കുറിച്ച് പുതുതായിട്ട് എന്തെങ്കിലും സങ്കല്പങ്ങളുണ്ടോ? ഉണ്ട്. കേക്കട്ടെ. മറ്റുള്ളവർക്കൊക്കെ നന്മ ചെയ്യണം, പാവങ്ങളെ സഹായിക്കണം, ഇതുപോലെ സ്നേഹമുള്ളൊരു കുടുംബത്തില് ജീവിക്കണം. പിന്നെ പിന്നെ എനിക്ക് രാജുവിനെ ഇങ്ങനെ പ്രേമിച്ച് 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 പ്രേമിച്ച്